ഞെട്ടി 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 മടുത്താർന്ന് എന്തോരം ഞെട്ടലാടോ. എന്തിനാ ഇവരിലിങ്ങനെ രോഗികളുടെ ഇതും വെച്ചിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇന്നും നമ്മൾ കേട്ടതെന്താ പറയുക, ഇന്നും നെടുമങ്ങാട് ഏതൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ കേട്ടൊരു സംഭവമാണ്. അതായത് ഒരു സസ്പെൻഷൻ, ഒരു അന്വേഷണം നേരിടുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ തന്നെ വീണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം നടന്നിരിക്കുകയാണ്. അതായത് ഗർഭസ്ഥ ശിശു മരിച്ചിരിക്കുന്നു. അതിനെ പറ്റിയിട്ട് ഇന്ന് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുമാത്രമല്ല, സിസേറിയന് വേണ്ടിയിട്ട് ആ ഒരു അച്ഛൻ കൊണ്ട് കൊടുത്തത് 10,000 രൂപയാണെന്നാണ് അയാൾ പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കേസാണ്. എന്താണെന്ന് വെച്ചാൽ പ്രസവിക്കണമെങ്കിൽ 500, 1000, അതുപോലെ സിസേറിയൻ ആണെങ്കിൽ 2000, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം എന്നുള്ളത് ചില നിയമം പോലെയാണ്. അതായത് ചില ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ എനിക്ക് അനുഭവമില്ല, ഞാൻ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അനുഭവമുള്ള ആൾ വന്നിട്ട് താഴെ കമൻ്റ് ഇടുക, ഞങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ തന്നെയാണ് ഇവരെല്ലാം മോശക്കാരാക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ പ്രസവ വേദന അടിച്ചിട്ട് അടുത്ത് ഇങ്ങനെ പൊളഞ്ഞു കഴിഞ്ഞാലും തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും പൈസ കൊണ്ട് കൊടുക്കുന്നത്. അതും നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ തെണ്ടിത്തര സ്വഭാവമുണ്ട്. എല്ലാവരും നല്ലവരൊന്നുമല്ല, വളരെ മോശപ്പെട്ട ആൾക്കാരുണ്ട് ഇതിൽ. അതുകൊണ്ട് ഇവറ്റകളോട് എനിക്ക് പറയാണ്ട്, നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് ഗവൺമെൻറ് ആശുപത്രിയിൽ വരരുത്. അതായത് ഗവൺമെൻറ് ആശുപത്രിയിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ട് എന്താ പറയുക ശുശ്രൂഷിച്ച രോഗികളെ ഇവിടെ ഏതെങ്കിലും നല്ല നല്ല ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്യുക. അതായത് പണത്തിന് ആർത്തിയില്ലാതെ ഒരുപാട് ഡോക്ടർമാരുണ്ട്, അവരെ നിങ്ങൾ ഇങ്ങനെയുള്ള പിന്നെ പോസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ ശമ്പളവും വേണം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ എടുക്കുന്ന 1000, 2000 വാങ്ങിക്കുകയും വേണം. ഇത് വളരെയധികം മോശമായ കാര്യം തന്നെയാണ്. 10,000 രൂപയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്തൊരവസ്ഥയാണിത്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും പറയുന്നത് ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ പുറകോട്ടടിക്കുന്നത് തന്നെ ഈ ഒരു പ്രശ്നമില്ലതുകൊണ്ടാണ്. കാരണം എന്ന് വെച്ചാൽ ആർക്കും റിസ്ക് എടുക്കാൻ കഴിയില്ല, ഒരാൾക്ക് പോലും വിശ്വാസമില്ല. എല്ലാവരും പറയും നല്ല വിശ്വാസമാണ് കാര്യങ്ങളാണ് എന്ന്, പക്ഷേ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞവരാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ എല്ലാ ഡോക്ടർമാരെയൊന്നും കുറ്റം പറയുന്നില്ല, ചില നല്ല നല്ല ഒരുപാട് ഡോക്ടർമാരുണ്ട്. എന്നാലും ഇവരുടെയൊക്കെ പ്രൊഫഷനെ പറയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില നൂലാമാലകളും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഈ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് തന്നെ വരാനുള്ള കാരണം എന്താ അറിയുക, ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പിടിച്ചു പറയാമെന്ന്. അതായത് പ്രസവം കഴിഞ്ഞ് പോകുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം വെളുത്തിട്ടുണ്ടാവുമായിരുന്നു. അമ്മാതിരി പിടിച്ചു പറയാന്ന് ഇവരൊക്കെ പിടിച്ചു പറിക്കുന്നത്. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു മൊത്തത്തിലൊരു മാനദണ്ഡം ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പണം ഉള്ളവനും പണം ഇല്ലാത്തവനും എല്ലാം പ്രസവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപോലെ തന്നെയാണ്, അല്ലാതെ പ്രത്യേകതയൊന്നുമില്ല അതിന്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനദണ്ഡം വേണമായിരുന്നു. എല്ലാ സ്ഥലത്തും നല്ലൊരു ഒരു പൈസ, ഇത്രയേ പൈസ വാങ്ങിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഇതിൽ കൂടുതൽ വാങ്ങിക്കരുത് എന്നുള്ള ഇതെന്തെങ്കിലും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയല്ലേ നടക്കുന്നത്. ഇതിപ്പോൾ കാണുന്നില്ല, പണം ഉള്ളവനാണെങ്കിൽ കുഴപ്പമില്ല, വലിയ വലിയ ആശുപത്രിയിൽ പോയിട്ട് വലിയ വലിയ മാളികയിൽ പോയിട്ട് പ്രസവിക്കാം. പണം ഇല്ലാത്തവനാണെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ 10,000 കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ കുട്ടിയെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും കുഞ്ഞും മരിക്കുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വയറ്റിലാണെങ്കിൽ പഞ്ഞി വെച്ചിട്ട് ഏതൊരു ഇന്നാൾ തുന്നി കെട്ടി വിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവരെന്താ ഇതിലാണോ വയ്യ ഇവരൊക്കെ പോയിട്ട് എന്താ പറയുക ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്? അല്ല, സംശയമാണ്. ഇനി ഇവറ്റകൾ വല്ല ഇതും അടിച്ചിട്ടാണോ, അല്ലെങ്കിൽ ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് പണ്ട് മറ്റേ ബോഡി എടുക്കാനും പോകുമ്പോൾ ചില ആൾക്കാർ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് 2 അടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചിട്ടാണ് ചില ആൾക്കാർ പോവുക. അതുപോലെയാണോ ഇത്? ഓപ്പറേഷൻ പോകുമ്പോഴേക്ക് എനിക്ക് 2 അടിക്കട്ടെ എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ജോലി നമ്മൾ ചെയ്യുമ്പോൾ ആ ജോലിയോടൊരു ആത്മാർത്ഥത ഉണ്ടാവില്ലേ? ഒരു ആത്മാർത്ഥത പോലും ഇല്ലാതെ ചില ഡോക്ടർമാരുണ്ട്, അവരാണ് ഇമാതിരി പണിയിൽ ഒപ്പിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, എന്ത് കാര്യമാണ്? ഒരു കാര്യമില്ല, കുറച്ചാൾ കഴിയുമ്പോഴേക്ക് തിരിച്ചെടുക്കും, അത്ര തന്നെ. സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്താണ് ഇപ്പം സുഖമായിട്ട് കുറച്ചാൾ വീട്ടിലിരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ജയിലിൽ പിടിച്ചിടണേറ്റുകളാ, അതാ വേണ്ടത്. ജയിലിൽ പിടിച്ചിടണം, ഇറങ്ങാൻ പാടില്ലായിരുന്നു, അവിടെ കിടക്കട്ട് നോക്കണമായിരുന്നു. വേറെ എവിടെ നിന്നാണ് കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ കാണായിരുന്നായിരുന്നു. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ, വേറെ ഏതെങ്കിലും സ്ഥലത്താണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലോ പിന്നെ അഴിയണ്ണേണ്ടി വരുമായിരുന്നു. പണ്ടേതൊരു നേഴ്സിൻ്റെ കഥ പറയുന്നത് കേട്ടില്ലേ, വിദേശത്തുള്ള, അതായത് അവിടെയുള്ള എന്തോ പ്രസവത്തിൽ എന്തോ പറ്റിപ്പോയിട്ട് ആ കുഞ്ഞ് മരിച്ചു പോയതാണ്. അവസാനം ഡോക്ടർ, നേഴ്സ് ഇവരെല്ലാവരും ജയിലിൽ പോകേണ്ടി വന്നു. അങ്ങനെ അവർക്ക് ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. നല്ലേ, അതിൽ മലയാളികളും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നതായിരുന്നു. അങ്ങനെ ശിക്ഷ കിട്ടിയവരൊക്കെ ഉണ്ട്. ആലോചിച്ച് നോക്കണം, അതാണ് അതിൻ്റെ സിസ്റ്റം. പക്ഷെ ഇവിടെ ഒന്നും പറ്റൂല. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പോലും ഒന്നും ചെയ്യാൻ ഒരു മനുഷ്യനും പറ്റൂല. കാരണം വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ കാട്ടിലെ തടി ബലിയടാ ബലി എന്ന് പറഞ്ഞ പോലെയായിരുന്നു. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മളിനി എത്രത്തോളം പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ മന്ത്രി വന്നിട്ട് പറയുന്നത് നല്ല ആശുപത്രിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇവരുടെ ഈ അവഗണന കാണുമ്പോൾ ശരിക്കും അങ്ങോട്ട് പോകാനേ തോന്നാറില്ല.
നേരെ മറിച്ച് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നോക്കിയാട്ടെ നിങ്ങൾ. അവിടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിച്ചാനയിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ, അവിടുന്ന് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ, അവിടെ ഇരിക്കുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഇരിക്കുന്നവന് വരെ വീൽ ചെയർ ഉണ്ടാവും ചിലപ്പോൾ വേണമെങ്കിൽ. അങ്ങനെയാണെന്ന്. അപ്പോൾ പറയൂ അതിൻ്റെ അകത്ത് പൈസ മേടിച്ചിട്ടല്ലേ എന്ന്. ശരി തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിന് എന്താ പറയുക, കുറച്ച് ആൾക്കാർ ഇങ്ങനെയും കൂടി പോസ്റ്റ് ചെയ്യണം, എന്നിട്ട് നല്ല രീതിയിലാക്കണം. ഇതെങ്ങനെയാ ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മട്ടും ഭാവം മാറിയില്ലേ? അതുവരെ എന്ന് പറഞ്ഞാൽ എന്തോ വേണമെങ്കിൽ ചെയ്യും, പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മട്ടും ഭാവവും മാറും. അതാണ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചിലപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കുറച്ച് ഭയം ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ ആർക്കും ഭയമില്ലല്ലോ, ആർക്കും ഒരു പേടിയില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കുറച്ച് കാലം സസ്പെൻഷൻ കിടക്കാം, അത് കഴിഞ്ഞിട്ട് മല്യങ്ങ് കയറാം, ഇത് തന്നെ. അപ്പോൾ ഈ ഡോക്ടർ ഇതുപോലെ ഒരു പ്രശ്നത്തിൽ കുറേ നാൾ സസ്പെൻഷനിലായിരുന്നു, അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്, എന്നിട്ടും വീണ്ടും സസ്പെൻഷനിൽ. അപ്പോൾ അവർക്കൊന്നിക്കലും അവർക്ക് ഈ സംഭവം അറിയില്ല. അതായത് അവർ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയോ പാസ്സായതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡോക്ടർമാർ എങ്ങനെയെങ്കിലും പാസ്സാകുന്ന ടീമുണ്ടാവും, ചിലപ്പോൾ ഞെക്കി പതിപ്പിച്ചിട്ടെല്ലാം പാസ്സാകുന്ന ടീമുണ്ടാവും, അല്ലെങ്കിൽ ഇതിനോടൊരു താല്പര്യം ഇല്ലാത്ത ആളായിരിക്കും. പൈസ കിട്ടുന്നതുകൊണ്ട് മാത്രം, അല്ലാതെ ഇങ്ങനെ 10,000 രൂപയൊക്കെ ഇങ്ങനെ വാങ്ങിക്കോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. 2,000 3,000 ഒക്കെ വാങ്ങിക്കുന്നത് കേട്ടിട്ടുണ്ട്, 10,000 രൂപ വാങ്ങിക്കുന്ന ഡോക്ടർമാരെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. ഞാൻ ഈ ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ട് 3-4 ആൾക്കാരെ വിളിച്ച് നോക്കി എങ്ങനെയാണ് ഇത് ഉള്ളത് തന്നെയാണോ എന്ന്. അപ്പോഴാണ് പറയുന്നതായിരുന്നു 2,000 3,000 കൊടുക്കണ്ടേ, കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവറ്റകൾ ശ്രദ്ധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇത് ബുദ്ധിമുട്ടിക്കുമെന്നാണ് പറയുന്നത്. അതായത് തിരിഞ്ഞു നോക്കത്തില്ല, കരിഞ്ഞ് നിലവിളിച്ചാലും തിരിഞ്ഞു നോക്കത്തില്ല, അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ആശുപത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനമാണ്. നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് പേര്, എല്ലാവരും ഇവിടെ പണക്കാരോ അല്ലെങ്കിൽ വലിയ വലിയ ആശുപത്രിയിൽ പോയിട്ട് പരിശോധിക്കാൻ വേണ്ടി പറ്റുന്നതോ ഇല്ല പ്രസവിക്കാൻ കഴിയുന്നതോ ആൾക്കാരോ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആശുപത്രികൾ കുറച്ചുകൂടി എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഒരുത്തനെ പിടിക്കുമ്പോഴേക്ക് ഓൻ ഏതാ പാർട്ടി നോക്കും. ആദ്യം കോൺഗ്രസ് ആണോ മാർക്സിസ്റ്റാണോ നോക്കും, കോൺഗ്രസ്സാ, എന്നാൽ പിന്നെ കോൺഗ്രസ്സുകാർ വന്നിട്ട് ഓനെ രക്ഷിക്കാൻ നോക്കും. അതുപോലെ ഓൻ ഏതാ പാർട്ടി മാർക്സിസ്റ്റുകാർ വന്നിട്ട് ഈ പരിപാടിയെ നിർത്തണമായിരുന്നു. ഒരു തരത്തിലുള്ള ഒരു ഇതും കൊടുക്കരുത്. അതായത് എന്തെങ്കിലും ഒരു ഫൗള് പറ്റിയിട്ടോ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളെ തുറുങ്കിലടക്കണം, അതാ വേണ്ടത്. ഇനി തുറുങ്കിലെ സ്ഥലമില്ല കേട്ടോ, അതും പറയും കറി പറയാം. ഈനിടക്കെന്ന് പറഞ്ഞാൽ തുറുങ്കിലടക്കണം എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം പോയിട്ട് ഒരു ഇതും ഇല്ലാണ്ട് റോഡിൽ പോയിട്ട് മദ്യപിക്കുന്നു. എന്നിട്ട് നാട്ടുകാരോട് പറയാം പോലീസിനെ വിളിക്കുക, എന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറയാന്ന്. എന്തൊരു അവസ്ഥയാന്ന്, എന്തൊരു മാറ്റാൻ ചിലരിക്കാം. ഈ അമ്മക്ക് തന്നെ ഭ്രാന്താവും. നമുക്ക് ഭ്രാന്തായതാണോ അല്ല നാട്ടുകാർക്ക് ഭ്രാന്തായതാണോ എന്ന്. അതായത് എങ്ങോട്ടായി നാട് പോകുന്നതെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. എവിടെ നോക്കിക്കഴിഞ്ഞാലും എന്തൊക്കെയോ ആൾക്കാർ കളിക്കുന്നത്. ഒരാൾക്കോലും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടന്നിട്ട് ഒന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ആൾക്കാർ ചാടി ഇറങ്ങുക, അല്ലെങ്കിൽ എവിടുന്നാ ഒരു വണ്ടി വരിക, എവിടുന്നാ നമ്മളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നൊന്നും പറയാൻ കഴിയുന്നില്ല. ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇനി വല്ല ഒരുപാട് ആശുപത്രികൾ ഇവിടെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്, വാഹനാപകടങ്ങളും കൂടിക്കൂടി വരുന്നുണ്ട്. ഇതിനി വല്ല കൊട്ടേഷൻ ടീമും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. സംശയിക്കാതിരിക്കാൻ കഴിയുന്നില്ലടോ. ജോസഫ് എന്നുള്ള സിനിമ കാണുമ്പോഴേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓർമ്മ വരുന്നത്. നന്ദി, നമസ്കാരം. ഒന്ന് ഹൈപ്പ് ചെയ്ത് കളാ.